ഹൈലൈറ്റഡ് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ അത്തപ്പൂക്കളാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫറിയാൻ അല്ലെങ്കിൽ ഫെദറിയാൻ എന്നൊക്കെയാണ് ഇതിന് പേര് പറയുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു യാണാണിത് കേട്ടോ. അതും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലെക്സിൻ്റെ ഷീറ്റുണ്ട്, ആ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സാധാരണ അത്തപ്പൂക്കളം ഇത്രയും കാലം നമ്മൾ ചെയ്തു വന്നിരുന്ന അത്തപ്പൂക്കളം ഇടുന്നുണ്ട്. ഇത് ഒരു ആക്ടിവിറ്റി പോലെ കരുതിയാൽ മതി. ഒരു ഷീറ്റ് ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അച്ഛനാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. സർക്കിളാക്കി കട്ട് ചെയ്ത് എടുത്ത് തരാനായിട്ട്. അച്ഛൻ മറ്റെന്തോ ആശാരിപ്പണിയിൽ ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. കറക്റ്റ് ഒരു സർക്കിളാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും തന്നെ സർക്കിളിൽ ആ ഒരു ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ചില കളേഴ്സൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നത് റോയൽ ബ്ലൂവും സ്കൈ ബ്ലൂവും പിന്നെ വയലറ്റൊക്കെയാണ്. ആ കളറിലൊക്കെ പൂക്കളുണ്ടോയെന്ന് അറിയത്തില്ല. വയലറ്റ് കളറിൽ കാക്കപ്പൂവും പിന്നെ ആകാശനീല കളറിൽ ഹൈഡ്രാഞ്ചിയൊക്കെ ഉണ്ടെന്നുള്ളൊരു സങ്കല്പത്തിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനത് ഒട്ടിക്കുന്നത്. ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ യാണിവിടെ ഈ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. സെൻറ്റർ ഭാഗം നല്ല തിക്കായിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. അവിടെ നല്ല സോഫ്റ്റ്, അവിടെ അത് കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട്. നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് നമുക്കിത് ഒട്ടിക്കാനായിട്ട് തികഞ്ഞില്ല. അപ്പോൾ കുറച്ച് അതിനെ ഒരു 2 സ്റ്റാൻഡ്സായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു വന്നപ്പം ഡിസൈനിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. വരച്ചതിൽ നിന്ന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇല്ലാത്തതൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കടം വാങ്ങി ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി യെല്ലോയും റോസും കൂടി വെച്ചിട്ട് പുറം ഭാഗം ഒന്ന് ഒരു എതള് പോലെ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 3 ഫെബി ബോണ്ട് കാലിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു അത് സെപ്പറേറ്റ് ചെയ്ത് ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു രംഗോലി ടച്ചാണ് കിട്ടിയേക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഫൈനലി കുറച്ച് നമ്മൾ ക്യാമലിൻ്റെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് നോക്കാമെന്ന് ഓർത്ത്. ഫെവിക്കോൾ ഒട്ടാൻ കുറച്ച് താമസമാണെങ്കിലും അത് നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അത്തപ്പൂക്കളം റെഡി. ഹാപ്പി.